ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു ക്യാൻവാസ് പെയിൻറ്റിംഗ് ആട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അത് ബ്രഷൊന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ടൊരു ക്യാൻവാസ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് പകുതിയാക്കിയിട്ട് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ സൈസിലുള്ള 2 ക്യാൻവാസ് ഷീറ്റ് എടുക്കാം. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻവാസ് ബോർഡ് ആണെങ്കിലും സെയിം സൈസിലുള്ള 2 എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാത്രം ആ ഒരു പെയിൻറ്റ് ഒന്ന് ആ ഒരു ടോപ്പിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ആ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ക്യാൻവാസ് ഷീറ്റിൻ്റെ ഒരു കോർണറിലൊന്ന് ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് തീരെ കുറഞ്ഞ രീതിയിൽ പെയിൻറ്റ് എടുക്കരുത്. കുറച്ചധികം ഇങ്ങനെ കയ്യിൽ ആ ഒരു ഫിംഗറിൽ പെയിൻറ്റ് ആക്കിയിട്ട് നമ്മളിത് ഇതുപോലെ ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ക്രോം യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു ഫിംഗർ ടിപ്പ് വാഷ് ചെയ്യാതെ തന്നെ നമ്മൾ ആ ഒരു യെല്ലോ കളറിലേക്ക് ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലുള്ള റെഡ് കളറും യെല്ലോയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു ലൈറ്റ് ഓറഞ്ച് കളർ ആദ്യം വരും. പിന്നെ അങ്ങനെ കുറച്ച് ഭാഗം എന്താ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യെല്ലോ കളർ നമ്മളിങ്ങനെ ഒരുപാടല്ല കുറച്ച് മാത്രമായിട്ട് ഇങ്ങനെ ആ ഒരു കോർണറിന് മേലോട്ട് വരുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ മജന്ത കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഡാബ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡാർക്ക് കളറും ലൈറ്റ് കളറും അതുപോലെ അങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള പെയിൻറ്റ് ഏതാണോ അത് വെച്ച് നോക്കിയിട്ട് നമുക്ക് ആ ഒരു നല്ലൊരു അട്രാക്ഷൻ വരുന്ന രീതിയിൽ ആ ഒരു കളർ കോമ്പിനേഷൻ വരുന്ന രീതിയിലൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു പെയിൻറ്റിങ്ങിന് അബ്സ്ട്രാക്ട് പെയിൻറ്റിംഗ് ആണ് കേട്ടോ പറയുക. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റ് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം തോന്നിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കളേഴ്സൊക്കെ നമ്മളെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത്, ഇനിയിപ്പോൾ ആകെ 1-2 കളേഴ്സ് ഉള്ളെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കളേഴ്സ് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ആ ഒരു ക്യാൻവാസ് ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ടും നമ്മളിത് ഇതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ റൗണ്ടായിട്ട് അങ്ങനെ വരുന്ന രീതിയിൽ ചെയ്തെടുക്കാം. ഇങ്ങനെ താഴേന്ന് ഒരു റൗണ്ട് പോലെ സർക്കിൾ പോലെ ഒരു കളറ്, പിന്നെ മേലോട്ട് വേറെ കളർ, അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെ എല്ലാ ഭാഗത്തോട്ടും വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കറക്റ്റായിട്ടല്ലാതെ പല ഭാഗത്തുനിന്നും പല കളേഴ്സായിട്ട് കുറച്ച് പകുതിയായിട്ട് കുറച്ച് ഇടക്കായിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തുനിന്നും ചെയ്തിട്ട് ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാൻവാസ് പെയിൻറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ചെയ്യാനും അതുപോലെ തന്നെ ചെയ്യുന്നത് കാണാനും വലിയ വലിയ ആർട്ടിസ്റ്റൊക്കെ അത് ചെയ്യുന്നത് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ സിമ്പിളായിട്ടുള്ള ഓരോന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ടൊരു ക്യാൻവാസ് പെയിൻറ്റിങ് ബ്രഷൊക്കെ യൂസ് ചെയ്യാതെ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് വർക്കൗട്ട് ആവുമോ നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് പല കളേഴ്സ് വെച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അടുത്ത പീസില്ലേ, ആ ഒരു പീസ് നമ്മൾ ഈ പെയിൻറ്റിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ആ ഒരു കറക്റ്റ് സൈസ് ഒന്ന് വരുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പെയിൻറ്റ് ചെയ്യുന്നത് മുതൽ മോനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അവനക്കും പെയിൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പ്രസ് ചെയ്യാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ 2-3 മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് അതൊന്നിങ്ങനെ പീൽ ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു റിസൾട്ട് കിട്ടിയില്ല കേട്ടോ. ഞാൻ ആ ഒരു പിൻട്രസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നന്നായിട്ട് ആ ഒരു കളർ ആ ഒരു നമ്മൾ മേലെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പറിലേക്കും പിടിച്ചിട്ട് നല്ല ഏകദേശം ഇതിൻ്റെ ഒരു അത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല, എന്നാലും ചെറിയൊരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് പെയിൻറ്റ് വരുന്ന രീതിയിലായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ കിട്ടിയില്ല. കുറച്ച് മാത്രം ആ ഒരു വൈറ്റ് ഷീറ്റിലേക്ക് ഇങ്ങനെ പെയിൻറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ആ താഴെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഷീറ്റിൽ നിന്ന് പെയിൻറ്റ് പോയ ഭാഗത്ത് ജസ്റ്റ് ഒരു വൈറ്റ് കളറൊക്കെ ആയിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. എന്നാലും നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ പെയിൻറ്റ് ചെയ്തത് വളരെ കുറവായെന്ന് തോന്നുന്നു. കുറച്ചധികം പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ആ പെയിൻറ്റ് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേറെ പേപ്പർ വെച്ചിട്ട് ഡാബ് ചെയ്യുമ്പോൾ അതിലേക്ക് കുറേ പ്രസ്സായിട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഞാനത് കളയാനൊന്നും പോകുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ ബ്രഷൊക്കെ യൂസ് ചെയ്യാതെ ഫിംഗർ പെയിൻറ്റിംഗ് ആയിട്ട് നല്ല കളർഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളതാണ് എന്തായാലും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വൈറ്റ് പേപ്പർ ഞാൻ എടുത്ത് വെക്കുന്നില്ല കേട്ടോ. ഒരുപാട് പെയിൻറ്റൊന്നും അതിൽ വന്നിട്ടില്ല, എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അതിന് ഞാനൊരു ചെറിയൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അവർ കുറേ സമയത്ത് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നു. അപ്പോൾ ഞാനതിൽ പിൻട്രസ്റ്റിൽ വേറൊരു സിമ്പിൾ പെയിൻറ്റിങ് കണ്ടതായി. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അവരെ കൊണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ട് 2 സൈഡിലായിട്ട് ഇതുപോലെ സെയിം കളേഴ്സ് കേട്ടോ. നമ്മൾ ഏത് കളറാണോ ഈ സൈഡ് കൊടുത്തിട്ടുള്ള ആ ഒരു കളർ തന്നെ സെയിം ആയിട്ട് താഴെ ഭാഗത്തും കൊടുത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഫിംഗർ പെയിൻറ്റിങ് കൊണ്ട് റൈറ്റ് സൈഡിലേക്കൊന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു പെയിൻറ്റ്. അപ്പോൾ കറക്റ്റ് അവിടെ വരെ ആ ഒരു വരുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ മക്കൾ ചെയ്തിട്ട് അത് അത്ര കറക്റ്റായിട്ട് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു പെയിൻറ്റ് അവിടെയും കുറവായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. കാരണം പൊതുവേ ട്യൂബൊക്കെ വെച്ചിട്ട് ആണ് ആ പെയിൻറ്റ് അതിലാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ട്യൂബ് പെയിൻറ്റിങ് ഇല്ല. അപ്പോൾ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഓരോ ഡ്രോപ്പായിട്ട് ആക്കി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മോന് ചെയ്തപ്പോൾ കുറേയൊക്കെ അതിൽ കിട്ടി കേട്ടോ. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യുക, താഴെ നിന്ന് മേലോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ പിൻട്രസ്റ്റിൽ അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഒരു സെയിം കളറായിട്ടുള്ള ലൈൻസ് വരും. പിന്നെ അതിൻ്റെ നടുക്ക് ആ ഒരു കളേഴ്സ് ഇങ്ങനെ മിക്സായി വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഒരു പെയിൻറ്റിങ്. പക്ഷേ അവർ രണ്ടുപേരും കൂടെ അത് അവർക്ക് തോന്നിയ രീതിയിലാകെ കാക്കര കൂക്കറയാക്കി കുളമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോള് ചെയ്തിട്ട് തീരെ എത്തുന്നില്ല കേട്ടോ. ഒരു ഡ്രോപ്പ് പെയിൻറ്റ് അവിടെ തന്നെ അങ്ങ് കഴിഞ്ഞു പോവാണ്. പക്ഷെ മോന് പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടുപേരും ഭയങ്കര വഴക്കായി ആകെ. പിന്നെ ഞാൻ അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ചുമ്മാ ഒന്ന് എടുത്തിട്ടുള്ളതാണ്. പിൻട്രസ്റ്റിലൊക്കെ നല്ല വൈറലായിട്ടുള്ള രണ്ട് നല്ല സിമ്പിൾ പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് പക്ഷേ രണ്ടും അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ക്യാൻവാസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഒന്ന് പിക്കൊക്കെ ഒന്ന് അയച്ചു തരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പം ഞാൻ ആദ്യം ഇതിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചെയ്ത പെയിൻറ്റിങ് പിന്നെ എനിക്ക് തോന്നി അതൊരു രസമായിട്ട് അവർ ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ ചുമ്മാ അതങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളതാണ്.